ഞാൻ വിചാരിച്ചുള്ളൂ വെള്ളം കാലുമ്പോൾ വന്ന് തുറന്നെന്ന്. പക്ഷെ ചെരുപ്പിട്ടോടത്ത് മണ്ണ് ഇങ്ങനെ താഴ്ന്നു പോവാ. വെള്ളം വരും അടുത്തേക്ക്, അപ്പോൾ നമുക്ക് മതി. ആള് കടലിന് ഇഷ്ടമുള്ള നാളാന്നാണ് കേട്ടേക്കണം. കാരണം ആള് കടലിലേക്ക് അങ്ങോട്ട് ഇറങ്ങില്ല. കടലിനൊരു നാളുകാരനെ ഭയങ്കര ഇഷ്ടമാണ്. അവരെവിടെ നിന്നാലും അവർ മാടി കൊണ്ടുപോകുന്ന പറയാം. ആ നാളുകാരിയാണ് അവിടെ നിൽക്കുന്നത്. അത് കാരണം ഞാൻ പിടിച്ച് വലിക്കണില്ല. വരുമ്പോൾ വരട്ടെ. എടി ഇത് ചെറുതായിട്ട് വേണമെങ്കിൽ കാലൊന്ന് മുട്ടിക്കാം. ഇവിടെ നിന്നാൽ മതി. ഇവിടെ നിന്നാൽ മതി. ധൈര്യമില്ല. ആ വെള്ളം വന്നില്ല. മൂത്രം മുള്ളാൻ മുട്ടുണ്ട്. അത് സത്യം പറയാൻ വന്ന പെട്ടെന്ന് വീഡിയോ പിടിക്കുന്ന കാര്യം മറന്നുപോയി. കാക്കാൻ്റെ ചെരുപ്പ് കാത്ത് കൊണ്ടുപോകും. അറ്റത്തെ ആൾക്കാരുണ്ട് കേട്ടാ. ശരിയാ, നമ്മൾ നിൽക്കുന്ന ഏരിയയിൽ ആൾക്കാരൊന്നും ഇല്ല. ആൾക്കാർ കുറവാ. അറ്റത്തുണ്ട്. വെള്ളം കൂടി കയറി വരുന്നില്ലാന്ന്. നല്ല രസമാട്ടോ. നമുക്ക് തൃശ്ശൂർ കടലൊക്കെ ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ കടലിൻ്റെ അടുത്തേക്ക് പോകാറില്ല. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അതെ, ഭംഗി മാത്രം പോരാ, എനിക്ക് വെള്ളം കുടിക്കാൻ സാധിക്കുന്നു. വെള്ളം കേട്ടേ. ഹലോ, വെള്ളം. ഭാഗ്യം ഉണ്ടെങ്കിലേ ഇങ്ങനെ തിരമാലകളിൽ പെട്ടിട്ട് ചിലപ്പോൾ വല്ല മീനൊക്കെ വന്ന് കരക്കടിയാം അല്ലേ. നീ വെള്ളം കാര്യമായിട്ട് വരുന്നില്ല. ആൾക്കൊന്നും അറിയില്ല. ഗൂഗിൾ മാപ്പ് ഇടയ്ക്കിട്ട് പണി തരും. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് മഹാഗണി തോട്ടം നോക്കി വന്നതാ. ഇപ്പം എന്തായി, ആലപ്പുഴ ബീച്ചിലേക്ക് എത്തി. അത് കാരണം മീൻ പിടിച്ച് പോണതൊക്കെ കാണാൻ പറ്റില്ല. നല്ല തിരമാലയാണ്. നീ വേണേൽ ഇത്തിരി കയറി നിന്ന് ചെറുതായിട്ട് കാല് നനച്ചാൽ മതി. ആ വെള്ളം വേണം, വെള്ളം വേണം. അപ്പോഴേക്കും വെള്ളം കുപ്പി കൊണ്ടുപോയി എങ്ങനെ കുടിക്കാ? എന്തേ കാല് നനച്ച പ്രശ്നം? ആര് പറഞ്ഞു? ഇതിൻ്റെ ചിന്താഗതി ശരിയല്ല കേട്ടാ. വെള്ളം ആയ്മല്ലോ കുടിക്കുള്ളൂ. ആസ്വദിക്കണം. വേണ്ട വേണ്ട. അതൊരു തുണ്ട് വെള്ളം കാൽമ വന്ന് കൊള്ളട്ടെ, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് കയറി പോവാം. വേണ്ട, ഒരു പ്രതീക്ഷയില്ല. വെള്ളം ഇവിടെ വരെ വരണുള്ളൂ. അതിൽ വരും. നല്ല പതന വെള്ളം. എന്തായാലും ഇങ്ങനെ പത വരുന്നത്. സത്യം പറഞ്ഞല്ലേ, ഇത് വരും കേട്ടാ. വെള്ളത്തിനൊരു ധൈര്യമില്ല. പക്ഷെ ഇവിടെ നിൽക്കണ ആളുമ്പോൾ നമ്മൾ വിചാരിക്കും, പേടിക്കും. വെള്ളം അടുത്ത് വന്നിട്ട് വെള്ളം മാടി കൊണ്ടുപോകുന്നു. പക്ഷെ വെള്ളം പിടിക്കാൻ വരുന്നില്ല. വെള്ളം ഒരു അപ്പം നമ്മൾ ആദ്യം നിന്നോടത്ത് വെള്ളം വരില്ലേ? എവിടെ? അവിടെ എന്തിട്ടൊരു സാധനം നിൽക്കണ കോല്. വെള്ളം തരാൻ കുടിക്കാന്ന് രണ്ടെന്ന് പറഞ്ഞല്ലേ. അസൂയന് പേടിന്. എന്നിട്ട് ഈ കടലിന് ഇഷ്ടമുള്ളൊരു നാള്, എന്നിട്ട് അതിൻ്റെ പേരടി ഏതാ നാളെന്ന് പറഞ്ഞ്? കാല് നനച്ചു. അയ്യേ, ചെളിയായി.
മണ്ണിൽ കുഴി കുത്തിയിട്ട് നിന്നെന്തുണ്ടാവും? ഇതേ കാല് കുഴി കുത്തിയിട്ട് നിൽക്കണം. അങ്ങോട്ട് പോവാം നമുക്ക്. കടലിൻ്റെ അവിടെ കാണാനുള്ള ഇത് മാത്രമേ ഉള്ളൂ. വെള്ളം ഇങ്ങനെ കയറി വരും. കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ പോകും. ഇനി നല്ല വേറെ അടുത്ത ഏരിയ നോക്കി പോകണം. ശരിക്കും കടലിൽ വെള്ളം നമ്മൾ ആകർഷിക്കണത് തന്നെയാണ് കേട്ടോ. ഒരു പ്രത്യേകതയുണ്ട്. ഇത്ര പേരുത്ത് വെള്ളം കടലിലുള്ളപ്പോൾ പിന്നെ എന്തിനാ പേടിക്കണം? കാലുമേ വെള്ളമായി.